കർമ്മങ്ങളിൽ ഇഷ്ടമാകുന്നത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന കർമ്മങ്ങളാണ്. അത് വളരെ കുറച്ചാണെങ്കിലും ഒരു പേജേ നമ്മൾ ഓതുന്നുള്ള ഒരു ദിവസം, അത് മരിക്കണ വരെ ഓതുക. ഒരു ജുസയെ നമ്മളെ കൂടെ പറ്റുന്നുള്ളൂ. അത് റമദാനിൽ മാത്രം ഖുർആൻ ഓതി റമദാൻ കഴിഞ്ഞ് 11 മാസവും ഖുർആൻ തൊടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോവല്ലേ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ സ്വമ റമദാൻ വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകഅന്നമാ സ്വമ അദ്ദഹറ. ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിലെ 6 എണ്ണം അതിലേക്ക് തുടർത്തുകയും ചെയ്താൽ ഫകഅന്നമാ സ്വമ അദ്ദഹർ, അവർ കാലം മുഴുവനും നോമ്പെടുത്തവരെ പോലെയാണ്. റമദാൻ നോമ്പെടുത്തു, റമദാൻ കഴിഞ്ഞ് ശവ്വാലിൽ 6 നോമ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ശവ്വാലിലെ സുന്നത്ത് നോമ്പുണ്ട്, ഹുർമത്തുള്ള 6 നോമ്പ്, നമ്മൾ കുർമത്താറ് എന്നൊക്കെ പറയണത് ഹുർമത്തുള്ള പവിത്രതയുള്ള 6, ഹുർമത്തുള്ള 6, കുർമത്താറ് എന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്തല്ലേ. റമദാനിന് ശേഷം വരുന്ന 6 നോമ്പ്, അത് ആരെങ്കിലും എടുത്താൽ ഫകഅന്നമാ സ്വമ അദ്ദഹറ, കാലം മുഴുവൻ നോമ്പെടുത്ത പോലെയാണ്. അതെങ്ങനെയാ? ഒരു വർഷം നോമ്പെടുത്ത പോലെയാണ് റമദാനും പിന്നെ 6ഉം. എന്തുകൊണ്ട്? ഒരു നോമ്പിന് ഒരു ഹസനത്തിന് അല്ലാഹു എത്രയാ കൂലി തരുന്നത്? 10. അപ്പൊ 30 നോമ്പ് കിട്ടിയാൽ എത്രയായി? 300ആയി. അതായത് 10 മാസമായി. പിന്നെ 2 മാസേ കുറവ്. അത് 6 കൊണ്ട് പരിഹരിക്കപ്പെടും. 6 നോമ്പെടുത്തു കഴിഞ്ഞാൽ 60ആണ്. അത് 2 മാസമായില്ലേ? അപ്പൊ എന്ത് ശവ്വാലിന്റെ 6ന് എത്ര കൂലി കൂടുതല്? ശവ്വാലിന്റെ 6ന് മാത്രം ഇങ്ങനെ കാലം നോമ്പെടുത്ത കൂലി മുഴുവൻ കിട്ടുമെന്ന് പറയാൻ കാരണം, അതിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ അൽ ഇമാമുൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഖസ്സ ശവ്വാൽ ലിഅന്നഹു സമനുൻ യസ്തദ്ഇ الرغبة فيه إلى الطعام لوقوعه عقب الصوم فالصوم حينئذ أشق فثوابه أكثر. റമളാൻ കഴിഞ്ഞ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള വല്ലാത്തൊരു ആർത്തി വരുന്നൊരു സമയമാണ്. നോമ്പെടു കഴിഞ്ഞാൽ പിന്നൊരു നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പെരുന്നാളൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ ആ ശരിക്കുള്ള ബിരിയാണിയൊക്കെ അടിച്ചിട്ട് വല്ലാത്തൊരു ആ ഭക്ഷണത്തിന് 1 മാസം അനുഭവിച്ച എല്ലാം നമ്മള് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങുകയാണ്, കുളിച്ചിറങ്ങുകയാണ്. അപ്പോ നോമ്പിന്റെ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെരുന്നാളിന്റെ 1 ദിവസം കഴിഞ്ഞ് പിന്നെ വരുന്ന 6 വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ശവ്വാലിന്റെ 6ന് ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണമെന്ന് അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഈ 6 പെരുന്നാൾ കഴിഞ്ഞ് ഉടൻ എടുക്കണോ? അതല്ല, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാലിൽ ഏതെങ്കിലും 6 ദിവസം മതിയോ? ഏതെങ്കിലും 6 ദിവസം മതി. തുടർച്ചയായി എടുക്കാൻ പറ്റൂലേ? ഇടവിട്ടിട്ടും മതി. ശവ്വാലിൽ 6 എണ്ണം നോമ്പെടുക്കുക. പക്ഷെ അല്ലാമ നബി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാം, മഹാനവരുടെ അഭിപ്രായത്തിൽ ശവ്വാല് ആ നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ തന്നെ 6 എണ്ണം എടുക്കലാണ് ശ്രേഷ്ഠമായത് എന്നാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, എപ്പോഴെങ്കിലും ആയിട്ട് ശവ്വാലിൽ ഒരു 6 നോമ്പെടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാലം മുഴുവൻ നോമ്പെടുത്ത പോലെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ റമളാനിന്റെ കുറവുകൾ പരിഹരിക്കാനുള്ളതാണ് ഈ ശവ്വാലിലെ നോമ്പ്. നബി മുഹമ്മദിൻ വ ആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.